ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ അധ്യായമായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ പാഠഭാഗത്ത് റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകളെക്കുറിച്ചും മാക് ആദം റോഡുകളെക്കുറിച്ചുമെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് റെയിൽ ഗതാഗതത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. റെയിൽ ഗതാഗതം ഏതു പ്രായക്കാർക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം പാഠഭാഗത്ത് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന തീവണ്ടികളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടിയുടെ ചിത്രമുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന തീവണ്ടികളുടെ ചിത്രമുണ്ട്. കൽക്കരിയിലും ഡീസലിലും പ്രവർത്തിക്കുന്ന തീവണ്ടികളുടെ ചിത്രമുണ്ട്. ഇലക്ട്രിക് തീവണ്ടിയുടെ ചിത്രമുണ്ട്. അവസാനമായി ബുള്ളറ്റ് ട്രെയിനിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലെത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം പാഠഭാഗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാതയുടെയും കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാതയുടെയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ബോംബെ, ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെ 1853. രണ്ടാമത്തെ ചിത്രം കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861. ദൈനംദിന യാത്രയ്ക്കും ചരക്കു നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടേത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് മെട്രോ റെയിൽ എന്താണെന്ന് പഠിക്കാം. വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. അടുത്തത് റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ. എന്തൊക്കെ മേന്മകളുണ്ട് റെയിൽ ഗതാഗതത്തിന് നോക്കാം. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. കൂടുതൽ ചരക്കു നീക്കത്തിന് സാധിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതുപോലെ കൃത്യമായ ട്രാക്കുകളിലൂടെ പോകുന്നതിനാൽ കൂടുതൽ സുരക്ഷിതവുമാണ്. കൂടാതെ ട്രെയിൻ ഗതാഗതത്തിൻ്റെ മറ്റൊരു മേന്മയാണ് ആരോഗ്യകരമായ യാത്ര. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ യാത്രയുടെ ദൈർഘ്യം കുറയ്ക്കാനും കഴിയും. കരഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്ക് ജലഗതാഗതം. ജലഗതാഗതവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങൾ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം സഞ്ചാരത്തിനായിട്ട് മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായിട്ടും
ജലഗതാഗതത്തിനെ ആശ്രയിക്കുന്നു. അതുപോലെ മത്സരങ്ങൾക്ക്, വള്ളംകളി പോലുള്ള മത്സരങ്ങൾക്കായിട്ടും ജലഗതാഗതത്തെ ആശ്രയിക്കുന്നു. വിനോദത്തിനായിട്ടും ജലഗതാഗതത്തെ ആശ്രയിക്കുന്നു. അടുത്തതായി പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കാം? ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കാം? നദികൾ മുറിച്ച് കടക്കാനായിട്ട് ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ചു. അതുപോലെ മത്സ്യബന്ധനത്തിനായിട്ട് ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ചു. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ആദ്യകാല തോണിയുടെ ചിത്രമാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. അടുത്തതായി പാഠഭാഗത്ത് നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗത വാഹനങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചിതമായ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ജലഗതാഗത വാഹന മാതൃകകൾ നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട്. മെസപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ടു നീക്കിക്കൊണ്ടു പോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിന് തെളിവാണ്. ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. അടുത്തത് കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. ഇനി നമുക്ക് കനോലി കനാലിനെ കുറിച്ചും പാർവതി പൂത്തനാർ കനാലിനെ കുറിച്ചും പരിചയപ്പെടാം. ആദ്യം കനോലി കനാൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാത കനോലി കനാൽ എന്നറിയപ്പെട്ടു. അടുത്തതായി പാർവതി പുത്തനാർ. തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്കു നീക്കത്തിനും ഏറ്റവുമധികം ആശ്രയിച്ചിരുന്നത് സമുദ്രഗതാഗതത്തെ ആയിരുന്നു. കാറ്റിന്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്രഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു.
ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. പായ്ക്കപ്പലിൻ്റെയും കപ്പലിൻ്റെയും ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സമുദ്രജല ഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതകളിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. ഈ ജലപാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത്. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് എന്നാണ്. ജലഗതാഗതത്തിൻ്റെ പ്രധാനപ്പെട്ട മേന്മകളാണ് താരതമ്യേന ചിലവ് കുറവ്, മലിനീകരണം കുറവ്, ചരക്ക് സംവഹന ശേഷി കൂടുതലാണ്, വിദേശ വ്യാപാരത്തിന് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുന്നു. അടുത്തായി സമുദ്രതീരത്ത് കപ്പൽ അടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുള്ള ഗതാഗത ഭൂപടം നിരീക്ഷിച്ച് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജലഗതാഗതത്തിൻ്റെ മാർഗങ്ങളും മേന്മകളും സൂചിപ്പിക്കുന്ന ചാർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പാഠപുസ്തക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇത്രയുമാണ് ജലഗതാഗതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വ്യോമഗതാഗതത്തെക്കുറിച്ചാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. ഓക്കെ, താങ്ക്സ്.